കായംകുളം നഗരസഭയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും മൊബൈൽ ശുചിമുറി മാലിന്യ പ്ലാന്റിന്റെയും ശതാബ്ദി സ്മാരക കവാടത്തിന്റെയും ഉദ്ഘാടനം നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ തോട്ടിൽ അല്ലെങ്കിൽ പാടത്ത്, മിക്കവാറും കായലിൽ, ആലപ്പുഴയിൽ പ്രധാനമായിട്ടും കായലിലാണ് കൊണ്ടുപോയിട്ട് തട്ടുന്നത്. ഇതാണ് കോളിഫോർ ബാക്ടീരിയ വെള്ളത്തിൽ വേരാൻ കാരണം. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾക്ക്, മറ്റു രോഗങ്ങൾക്ക്, ജലജന്യ രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ സംവിധാനം ഇല്ലാത്തതാണ്. ഇപ്പൊ സംസ്കരണമില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് തട്ടുന്നതാണ്. ആ മീനാണ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പ്ലാന്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലും അപ്പൊ എളുപ്പമായി. കുറച്ചു പേർക്ക് നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും എടുക്കുന്ന കുറച്ച് സാമ്പത്തിക വെള്ളത്തിന് കോളിഫോർ ബാക്ടീരിയ ഉണ്ടായാലും കക്കൂസ്മാരിനും വെള്ളത്തിൽ കൊണ്ടുപോയി തട്ടിയാലും എതിർപ്പില്ല. ഇത് സംസ്കരിക്കാനുള്ള പ്ലാന്റ് ഉണ്ടാക്കാൻ വന്നാൽ അപ്പൊ എതിർപ്പാണ്. ഇപ്പൊ താമരശ്ശേരിയിലുണ്ട് സെക്കൻഡ് വേസ്റ്റ്. പണ്ട് കേരളത്തിൽ മുക്കുമൊത്താതെ വഴി ഹൈവേ കൊടുക്കുന്ന നടക്കാൻ പറ്റുമായിരുന്നു. സെക്കൻഡ് വേസ്റ്റ് കൊണ്ടുവരിക, എവിടെയെങ്കിലും പറ്റുക. അത് അവസാനിച്ചത് എങ്ങനെയാണ്? ഇതുപോലുള്ള റണ്ണറിംഗ് പ്ലാന്റുകൾ വന്നപ്പോൾ 42 റണ്ണറിംഗ് പ്ലാന്റ് കേരളത്തിൽ ഗവൺമെന്റ് മുൻകൈയെടുത്ത് ആരംഭിച്ചു. PPP ആയി 42 ആരംഭിച്ചു. അപ്പോഴാണ് ചിക്കൻ വേസ്റ്റ് കൊണ്ട് തട്ടുന്ന പരിപാടി അവസാനിച്ചത്. അതിനെതിരെയാണ് സമരം ചെയ്യുന്നത്.